അപ്പം ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു അല്ലേ, കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂഷൻ ആണ് അല്ലേ. ഡാനിയൽ ആൻഡ് ഡാവ്സന്റെ ബൈലെയർ മോഡൽ എടുക്കുകയാണെങ്കിലും റോബർട്ട്സന്റെ യൂണിറ്റ് മെമ്പറിൻ മോഡൽ എടുക്കുകയാണെങ്കിലും അതിലുള്ള പോയിന്റ്സ് ഒക്കെ ഇവിടെയും റിപ്പീറ്റഡ് ആണ്. പക്ഷെ എന്ത് ചെയ്തു, ഫിസിയോളജിക്കൽ ഫങ്ഷനിങ്ങിനെ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലേക്ക് അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്തതാണ് ആര്, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ, സിംഗർ ആൻഡ് നിക്കോൾസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിലുള്ള കൺസെപ്റ്റൊക്കെ ഇതിലുണ്ട് എന്നുള്ളത് കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾ പഠിക്കണം, മറന്നു പോകരുത്. 1 സെക്കൻഡ്. ഓക്കെ, സെയിം കൺസെപ്റ്റ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ മാറുന്നു എന്നുള്ളത് മാത്രം. പിന്നെ ചില ആസ്പെക്റ്റുകൾ അഡീഷണൽ ആയിട്ട് വരുന്നു. ഓക്കെ, ഞാൻ ഈ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാനിതിലെ പോയിന്റ് 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് ചെയ്യുക. അപ്പം അവരുപയോഗിച്ചേക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്, അതായത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്, അവർ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ടെക്നിക്ക് എന്ന് പറയുന്നത് ഫ്രീസ് ഫ്രാക്ചർ ടെക്നിക്കാണ്. ഫ്രീസ് ഫ്രാക്ചർ ടെക്നിക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു മെമ്പറൈൻ ഉണ്ടല്ലോ, ഈ ഒരു മെമ്പറൈനെ ഫ്രീസ് ചെയ്യുന്നു, ഉറച്ചല്ലോ. അതിനുശേഷം നമ്മളിവിടെ ഒരു വെട്ട് കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്ത് ചെയ്യും, ഇത് 2 ലെയർ ആണെങ്കിൽ ഈ ഒരു റീജിയനിൽ കൂടെ ഇത് സെപ്പറേറ്റ് ആയിട്ട് വരും അല്ലേ, ഇതിങ്ങനെ പൊന്തി വരും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് മനസ്സിലാവും, ഇതങ്ങ് മറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഇന്നറിൽ ചിലത് മൊഡ്യൂൾ ഉണ്ടാവും. ഓക്കെ, നമ്മൾ റെപ്ലിക്ക എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. അപ്പം ഇൻ്റഗ്രൽ പ്രോട്ടീൻസിൽ പെരിഫറൽ പ്രോട്ടീൻസിൻ്റെ പോർഷനിലേക്ക് എന്തുണ്ടാവും, ഒരു റെപ്ലിക്ക പോലെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇൻ്റഗ്രൽ പ്രോട്ടീൻസിൻ്റെ കേസിൽ പ്രോട്ടീൻ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് 2 ലെയറിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു ആസ്പെക്റ്റാണ് ഫ്രീസ് ഫ്രാക്ചർ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലുള്ള ഒരു അഡീഷണൽ ടെക്നിക്കാണത്. ഒന്നുമില്ല, നമ്മൾ ഫ്രീസ് ചെയ്യുന്നു, ഒരു വെട്ട് കൊടുക്കുമ്പോൾ ഇത് സെപ്പറേറ്റ് ആവുമ്പോൾ അത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി വെച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. അതാണ് ഫ്രീസ് ഫ്രാക്ചർ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീസ് ഫ്രാക്ചർ ടെക്നിക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഇമേജ് ഞാൻ കാണിച്ചു തരാം ഫ്രീസ് ഫ്രാക്ചർ ടെക്നിക്കിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. അതായത് ഈ ഫിഗറിൽ കാണുന്നതാണ് പെർട്ടിക്കുലർ ഫ്രീസ് ഫ്രാക്ചർ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഒരു സ്പെറിക്കൽ ബോഡി, ഫോർ എക്സാമ്പിൾ സെല്ല് എടുക്കാം. ഈ സെല്ല് എന്ത് ചെയ്യാം, നമുക്ക് ഇത് ഇവിടെ ടോട്ടലായിട്ട് ഫ്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഫ്രീസിങ് ലെയറാണ്, അല്ലാതെ ഇതാണ് കമ്പോണൻറ്റ്. അപ്പം ഇത് വെച്ചിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കമ്പോണൻ്റ് അടക്കം എന്ത് ചെയ്യും, പുറത്തേക്ക് തള്ളി നിൽക്കും. അതിന് ശേഷം പ്ലാറ്റിനം വെച്ചിട്ട് 45 ഡിഗ്രി ആംഗിളിൽ കോട്ട് ചെയ്യും. ശേഷം കാർബൺ വെച്ചിട്ട് 90 ഡിഗ്രി ആംഗിളിൽ കോട്ട് ചെയ്യും. എന്നിട്ട് ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഈ ഒരു സംഗതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഗ്രിഡിലേക്ക് വെച്ചിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക എങ്ങനെയാണ് നോക്കി. ഇതൊരു സെല്ലാണ്, ഗ്ലാസ് നൈഫ് വെച്ചിട്ട് പൊട്ടിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു ലെയർ ഇങ്ങനെ കിട്ടും, ഇന്നർ ലെയർ ഇവിടെ നിൽക്കും. അപ്പം ഇത് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെയാണ് അല്ലേ, ഇതാ ഞാൻ പറഞ്ഞത് മോൾഡ് ഇവിടെ ഉണ്ടാവും അല്ലേ, ഇതിൻ്റെ മോൾഡാണ് ശരിക്കും. ഈ പ്രോട്ടീൻ്റെ മോൾഡ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇൻ്റഗ്രൽ പ്രോട്ടീൻ ഇങ്ങനെ ചിലപ്പോൾ ലൂസായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ പോർഷനും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ഇൻസൈഡ് ദ എക്സ്ട്രാ സെല്ലുലാർ ലെയർ എന്ന് പറയുന്നത് ഈ റീജിയനാണ്. ഓക്കെ, ഈ റീജിയൻ മുകളിലത്തെ പോർഷൻ്റെ ഈ റീജിയൻ, മറ്റേ ലെയർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇൻസൈഡ് ഓഫ് ദ സൈറ്റോപ്ലാസ്മിക് ലെയർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം അതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പം സൈറ്റോപ്ലാസ്മിക് ലെയറിൽ യു ക്യാൻ ഫൈൻഡ് ലാർജ് നമ്പർ ഓഫ് പ്രോട്ടീൻ മോൾഡ് compared to less number in this particular എക്സ്ട്രാ സെല്ലുലാർ ലെയർ. അപ്പം ഇതാണ് ഫ്രീസ് ഫ്രാക്ചർ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സെല്ലിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. സർഫേസ് ഫീച്ചറൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സെൽ മെമ്പറിൻ്റെതായാലും ഇനി ഏതെങ്കിലും കമ്പോണൻറ്റിൻ്റെ സർഫേസ് ഫീച്ചറോ അല്ലെങ്കിൽ 2 ലെയറിൻ്റെ ഇൻറ്റേർണൽ ഫീച്ചറോ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഫ്രീസ് ഫ്രാക്ചർ ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു സംഗതി ഉപയോഗിച്ച് എളുപ്പത്തിൽ സാധിക്കും. ഇതാണ് സിംഗർ ആൻഡ് നിക്കോൾസൺ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് മനസ്സിലാക്കാം. നമുക്ക് തിരിച്ച് മോഡലിലേക്ക് വരാം. ഓക്കെ, സോ ഫ്രീസ് ഫ്രാക്ചർ ടെക്നിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു, അത് ഓർമ്മയിലുണ്ടാവുക. സോ അക്കോർഡിംഗ് ടു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ, ദ മെംബ്രെയിൻ കണ്ടെയ്ൻസ് എ ബൈമോളിക്കുലാർ ലെയർ ഓഫ് ലിപ്പിഡ്. Okay, so 2-dimensional liquid layer, and then the surface which interrupted by proteins, which is interrupted by the proteins, and with some
components of carbohydrates that is associated with the protein or associated with the lipid. അപ്പം glycoprotein, glycolipid എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ മോളിക്കുലാർ ഓർഗനൈസേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, so some proteins are attached at a polar surface of lipid എന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫേസ് അത് ഇന്നർ സർഫേസിലാവാം അല്ലെങ്കിൽ ഔട്ടർ സർഫേസിലാവാം. ഓക്കെ, ഇന്നർ സർഫേസിലോ ഔട്ടർ സർഫേസിലോ എന്തുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ they can penetrate the bilayer and that will be known as the intrinsic protein അല്ലെങ്കിൽ integral proteins. ഇത് ഏത് കൺസെപ്റ്റ് നിന്നാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്? റോബർട്ട്സൺ കൺസെപ്റ്റ് അല്ലേ, റോബർട്ട്സൺ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു സംഗതിയാണിത്. ഓക്കെ, അപ്പം സെയിം കൺസെപ്റ്റ് എവിടെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. Now integral proteins are actually major in contribution, that is it forms a 70% of the total membrane proteins. അപ്പോൾ integral proteins ആണ് മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് എക്സ്ട്രിൻസിക് പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ that may sometimes covalently associated with the fatty acid chain, but മെയിൻ ആയിട്ട് ഇത് പോളാർ ഹെഡുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക, non covalently attached to other transmembrane proteins too. Now the transmembrane proteins extends through the lipid bilayer as a single helix. Okay, and sometimes നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ്, ഇറ്റ് ക്യാൻ അപ്പിയർ ലൈക്ക് മൾട്ടിപ്പിൾ ഹെലിക്സ് അല്ലേ, ഇങ്ങനെ ഒരു അപ്പിയറൻസ് നമ്മൾ കാണിച്ചല്ലേ, ഇങ്ങനെയും വരാം. ഓക്കെ, നൗ 7 ട്രാൻസ്മെംബ്രെയിൻ ഹെലിക്സ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററിൻ്റെ കേസിൽ നിങ്ങളത് പഠിക്കും. 7 ട്രാൻസ്മെംബ്രെയിൻ ഹെലിക്സ് ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇൻ്റഗ്രൽ ഹെലിക്സസ് അവിടെ നിന്നുണ്ട്, ഒന്നിൽ കൂടുതലുണ്ട്. Now the proteins on the outer side may bear chains of sugar forming glycoproteins. നമ്മൾ ഇന്നലെ പ്രോട്ടീൻസ് കണ്ടതാണ്, കാർബോഹൈഡ്രേറ്റ്സ് മെൻഷൻ ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്ലൈക്കോപ്രോട്ടീൻസിനെ കുറിച്ചും അതിൻ്റെ അസോസിയേഷനും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഏതുമായിട്ടാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഇനോസിറ്റോൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ലേ, ലിങ്ക് ആവുന്നത് അമിനോ ടെർമിനലുമായിട്ട് ലിങ്ക് ആവുന്നത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദീസ് ലിപ്പിഡ്സ് ആർ ആംഫിപതിക്. ലിപ്പിഡ്സ് എടുക്കുകയാണെങ്കിൽ ദർ ആർ 3 മേജർ കൈൻഡ്സ് ഓഫ് മെംബ്രെയിൻ ലിപ്പിഡ്സ്. ഒന്നെന്താണ്, ഫോസ്ഫോലിപ്പിഡ്സ് ആണ്, കൊളസ്ട്രോൾ ആണ്, ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ് ആണ്. ആൻഡ് ദേ ആർ ആംഫിപതിക് ഇൻ നേച്ചർ ബിക്കോസ് ഇറ്റ് ഹാസ് ഹൈഡ്രോഫിലിക് ആൻഡ് ഹൈഡ്രോഫോബിക് റീജിയൻസ് ആൻഡ് intercalated between phospholipids in membranes and increases the stability of കൊളസ്ട്രോളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദേ ആർ ആക്ച്വലി ഇൻ ബിറ്റ്വീൻ ഫോസ്ഫോലിപ്പിഡ്സ് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ കൊളസ്ട്രോളിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെംബ്രെയിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. മെംബ്രെയിൻ്റെ സ്റ്റെബിലിറ്റി തന്നെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ലിപ്പിഡ് മോളിക്യൂൾസ് ലോവർ ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോൾ അത് ഫ്രീസ് ആവും അല്ലേ, ഒരു ഫ്ലൂയിഡിറ്റി നഷ്ടപ്പെടും. നിങ്ങൾ വെളിച്ചെണ്ണ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കട്ടയാവില്ലേ, സെയിം കൺസെപ്റ്റ്. അപ്പോൾ മെംബ്രെയിനും അത് സംഭവിച്ചേക്കാം. പക്ഷേ നമുക്കറിയാം, നമ്മൾ -ഡിഗ്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മെംബ്രെയിൻ ഫംഗ്ഷനൊക്കെ നോർമലായിട്ട് നടക്കുന്നുണ്ട് അല്ലേ. അപ്പം അത് ഫ്രീസായി പോകാതെ തന്നെ നടക്കുന്നുണ്ട്. ലോങ് ടേം എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡീൻ്റെ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്കായി അത് മാറും. അപ്പം നടക്കില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നാലും ഒരു പരിധി വരെയുള്ള ടെമ്പറേച്ചർ റേഞ്ചിനെ ഓക്കെ ലിപ്പിഡിൻ്റെ ഫ്ലൂയിഡ് നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഓവർകം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് കൊളസ്ട്രോൾ. അപ്പം ഫ്രീസ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതിലെ മെയിൻ റോള് എന്ന് പറയുന്നത് കൊളസ്ട്രോളിനാണ്. രണ്ടാമത്തെ റോൾ ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? സാച്ചുറേറ്റഡ് അൺസാച്ചുറേഷൻ റേഷ്യോ ആണ്. ഫാറ്റി ആസിഡ് ടെയിലിൻ്റെ സാച്ചുറേഷൻ അൺസാച്ചുറേഷൻ റേഷ്യോ ആണ്. അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ ഇറ്റ് ബിക്കം മോർ ഫ്ലൂയിഡ് ഇൻ നേച്ചർ. ഇൻ സാച്ചുറേഷൻ ആണ് അധികം എന്നെങ്കിൽ ഇറ്റ് ബിക്കം മോർ സോളിഡ് ഇൻ നേച്ചർ. ഓക്കെ, അപ്പം ഒരു ടെമ്പറേച്ചർ എക്സ്പോഷർ കൂടുതലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലോവർ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ഒരു ജീവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെംബ്രെയിനിലുള്ള ഫാറ്റി ആസിഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഹാവിങ് ഹയർ നമ്പർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ അവോയ്ഡ് ഫ്രീസിങ്. കൊളസ്ട്രോളിനാണ് മെയിൻ റോൾ. ഇൻ അഡീഷൻ ടു ദാറ്റ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി ടെമ്പറേച്ചർ കൂടി വരുമ്പോഴും സാച്ചുറേഷൻ ആയിരിക്കും റേഷ്യോയിൽ കൂടുക, സാച്ചുറേഷൻ്റെ എമൗണ്ട് ആയിരിക്കും കൂടുക. അപ്പം ഈ ഒരു കോമ്പിനേഷനിലാണ് നമ്മളെ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഫ്രീസിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ കൃത്യമായ റോളുള്ള ഒരാളാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ദെൻ ദ പ്രോട്ടീൻസ് മേ ഫ്ലോട്ട് ഫ്രീലി ലൈക്ക് ഐസ്ബർഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഫ്ലൂയിഡ് മൊസൈക്കാണ് ഇതിൻ്റെ മോഡൽ എന്ന് പ്രപ്പോസ് ചെയ്യാൻ കാരണം, നിങ്ങളൊരു പെർട്ടിക്കുലർ ഒരു ലൈവായിട്ട് ഒബ്സർവ് ചെയ്യുകയാണെന്ന് വയ്ക്കുക. മെംബ്രെയിനെ ലൈവായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുന്നു ലൈവായിട്ട്.
ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ എവിടെയാണ് നിങ്ങൾ T1 എന്ന് പറയുന്ന ടൈമിൽ കണ്ടത്, ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് കണ്ടു. നിങ്ങൾ T2 എന്ന് പറയുന്ന ഒരു ടൈമിൽ അത് നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് അവിടെ ഉണ്ടാവണം എന്നില്ല, ഇത് അവിടെ നിന്ന് ഡിസപ്പിയർ ചെയ്തിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? അത് ഐസ്ബർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഐസ് ഏജ് എന്ന് പറയുന്ന ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഒരു സമുദ്രം എടുക്കുകയാണെങ്കിൽ അത് ലോവർ ടെമ്പറേച്ചർ റീജിയനിലാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളാർ റീജിയനിലേക്കുള്ള സമുദ്രം എടുത്തു കഴിഞ്ഞാൽ ആ സമുദ്രത്തിൻ്റെ മുകളിലത്തെ ലെയർ ഓഫ് വാട്ടർ എന്താവും? ഫ്രീസ് ആവും പെട്ടെന്ന്. അപ്പം അതെന്താവും? അത് ഫ്ലോട്ടിംഗ് ഐസായിട്ട് ഫോം ചെയ്യും. അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഐസ്ബർഗ് ഇങ്ങനെ ഫ്രീലി മൂവിങ് ആയിട്ടുള്ള ഐസ്ബർഗ് ആകും. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത്. നിങ്ങൾ ഐസ് ഏജ് എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ ഫിലിമുണ്ട്, നല്ല സുവോളജിക്കാർ കാണേണ്ട ഫിലിമാണ്. ബിക്കോസ് പല എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആനിമൽസിനെ നിങ്ങൾക്ക് കാർട്ടൂൺ ക്യാരക്ടേഴ്സായിട്ട് അതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ആ ഒരു ഫിലിമിൽ അവർ മൂവ് ചെയ്യുന്നത്, കടലിൽ കൂടെ മൂവ് ചെയ്യുന്നത് ഈ ഫ്ലോട്ടിംഗ് ഐസ്ബർഗ്സിലൂടെയാണ്. അപ്പം ചില കൺസെപ്റ്റൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫിലിമൊക്കെ കാണണം എന്നുള്ളതാണ്. അപ്പോൾ ആ കാർട്ടൂൺ ഫിലിം പറ്റുവാണെങ്കിൽ ഒന്ന് കാണുക. ഐസ് ഏജിൻ്റെ 5 സീരീസ് ഉണ്ട്, ആദ്യം തൊട്ട് അവസാനം വരെ കാണുക സമയം കിട്ടുകയാണെങ്കിൽ. ഇറ്റ് ഈസ് എ നൈസ് ഫിലിം. കാർട്ടൂൺ ഫിലിമാണ്, കുട്ടികൾക്കുള്ളതാണ്, എന്നാലും നമുക്കും കാണാം. ഓക്കെ, അപ്പം ഐസ്ബർഗ് എങ്ങനെയാണോ പോളാർ റീജിയൻസിൽ സമുദ്രത്തിന് മുകളിലൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നത്, അതുപോലെയാണ് ഈ പറയുന്ന പെരിഫറൽ പ്രോട്ടീൻസ് മെംബ്രെയിൻ ലിപ്പിഡ് ബൈലെയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടൈമിൽ നിങ്ങൾ കാണുന്ന ഒരു പ്രോട്ടീനെ അതേ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയാൽ അതേ പൊസിഷനിൽ കാണുന്നില്ല. സോ ദേ വിൽ ബി മൂവിങ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. And then selective permeability of plasma membrane can be explained with the help of fluid mosaic model, where plasma membrane is composed mainly of protein, lipid and small percentage of the carbohydrates. അപ്പം ലിപ്പിഡ് എന്ന് പറയുന്നത് നോൺ പോളാർ ആയതുകൊണ്ട് തന്നെ നോൺ പോളാർ സബ്സ്റ്റൻസസിന് ഈസിലി മെംബ്രെയിൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ പെർമിയബിലിറ്റിയാണ് പറയുന്നത്. പ്രോട്ടീൻ എന്ന് പറയുന്നത് പോളാർ ആയതുകൊണ്ട് തന്നെ മെംബ്രെയിൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോളാർ സബ്സ്റ്റൻസസിന് എന്ത് ചെയ്യാം? പ്രോട്ടീനിൽ ത്രൂ ഉപയോഗിക്കാം. ഓക്കെ, ഒരു മെംബ്രെയിനിൽ നിന്നുണ്ട് പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ഈ പ്രോട്ടീനിൽ കൂടെ എന്ത് ചെയ്യാം? പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസിന് സെല്ലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ട്രാൻസ്പോർട്ടേഴ്സ് എന്നും ചാനൽസ് എന്നും നിങ്ങൾ പറഞ്ഞ് പഠിച്ചേക്കുന്ന സംഗതി. ഓക്കെ, അപ്പം ഈ രണ്ടും കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് പെർമിയബിലിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ടുവേഴ്സ് ദ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചിട്ടുണ്ട്? സിംഗർ ആൻഡ് നിക്കോൾസൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കാർബോഹൈഡ്രേറ്റ്സ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ മെയിൻലി ഹെക്സോസ് ഉണ്ടാവും, എക്സോഅമൈൻ ഉണ്ടാവും, ഫ്രക്ടോസ് ഉണ്ട് ആൻഡ് സിയാലിക് ആസിഡ് റെസിഡ്യൂസ് ആർ ദർ. സിയാലിക് ആസിഡ് റെസിഡ്യൂ നെറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻഫ്ലുവൻസ വൈറസ് പോലുള്ള വൈറൽ പാർട്ടിക്കിൾസ് സെല്ലിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിസപ്റ്ററിലെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് സിയാലിക് ആസിഡ് ആണ്. അപ്പം ഈ സിയാലിക് ആസിഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അതിൻ്റെ ബോണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവർ ഉള്ളിലേക്ക് പ്രവേശിക്കുക, വൈറസസ്. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിയാലിക് ആസിഡ് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന എൻസൈംസ് ഉള്ള ഡ്രഗ്സാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ആ ഒരു ആസ്പെക്റ്റ് സിയാലിക് ആസിഡ് എന്നുള്ളത് വൈറൽ എൻട്രിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. വൈറസിന് നമ്മളെ സെല്ലിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസപ്റ്ററിൻ്റെ മെയിൻ കമ്പോണൻ്റ് ആണ് സിയാലിക് ആസിഡ് എന്നുള്ളത് ഓർമ്മയിലുണ്ടാവുക ഫോർ CSIR എക്സാം. കാർബോഹൈഡ്രേറ്റ്സ് പ്രസൻറ്റ് ഇൻ പ്ലാസ്മ മെംബ്രെയിൻ ആർ ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ് അല്ലെങ്കിൽ ഗ്ലൈക്കോലിപ്പിഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റാണ്. നിങ്ങൾ ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുകയും അതുപോലെ ഈ പറയുന്ന ഡയഗ്രാം കൃത്യമായിട്ട് വരയ്ക്കുകയും ചെയ്യുക. ഈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിൽ കാണുന്ന എന്താണ്? പോളാർ റീജിയൻസ് ആണ് അല്ലേ? പോളാർ 3 ഡയമെൻഷനായിട്ട് തന്നെ വരയ്ക്കുക. ഒരു ചെറിയ കോണിൽ വരച്ച് കഴിഞ്ഞാൽ അതെന്താ? യു വിൽ ഫൈൻഡ് ഇറ്റ് 3 ഡയമെൻഷണൽ. ഓക്കെ, ഇങ്ങനെ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ഇത് ഈ വട്ടം വരയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആദ്യം ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ്റെ റീജിയൻസ് ഒക്കെ നിങ്ങൾ വരച്ച് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, പ്രോട്ടീൻ്റെ റീജിയൻസ് ഒക്കെ വരച്ച് വെക്കുക. അതിന് ശേഷം ആ ഇടയിലുള്ള സ്പേസിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ലിപ്പിഡിനെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു അപ്പിയറൻസ് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് ഇറ്റ് 3 ഡയമെൻഷണൽ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്പം പ്രോട്ടീൻ എവിടെയൊക്കെ ഉണ്ടോ ആദ്യം അത് വരയ്ക്കുക. അതിന് ശേഷമായിരിക്കും ഒരു ഔട്ട്ലൈൻ കൊടുക്കുക, പ്രോട്ടീൻ്റെ പാർട്ടൊക്കെ വരയ്ക്കുക, എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ വരയ്ക്കുക, എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന പ്രോട്ടീൻ ചെയിനെ വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഈ റീജിയനിൽ മാത്രം എന്ത് ചെയ്യുക? ഇത് വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്ന് ബെൻഡിങ് ആയിരിക്കണം. ഓക്കെ, എന്തിനാണ് ബെൻഡിങ് കാണിച്ചേക്കുന്നത്? ഇറ്റ്സ് ആക്ച്വലി റെപ്രസെൻറ്റിംഗ് ദി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ചെയിൻ. അപ്പം ഇതങ്ങനെ കൃത്യമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ യു വിൽ ഈസി ആയിട്ട് നമുക്കത് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ കൊടുക്കുക ആദ്യം. എന്നിട്ട് ആ ഔട്ട്ലൈനിൽ പ്രോട്ടീൻ്റെ പാർട്ടൊക്കെ വരയ്ക്കുക. അതിനുശേഷം ഈ വട്ടം ഫില്ല് ചെയ്യുക. വട്ടം എന്താണ്? പോളാർ ഹെഡ് ഗ്രൂപ്പാണ്. അതിനുശേഷം ഈ റീജിയനിൽ
ഈ സൈഡിൽ മാത്രം എന്ത് ചെയ്യുക, ഈ റീജിയനിൽ മാത്രം യു ക്യാൻ ജസ്റ്റ് ഡ്രോ ദിസ് പെർട്ടിക്കുലർ ഓക്കെ ഈ പോളാറിൻ്റെ ബൈലെയർ ലിപ്പിഡ് ബൈലെയർ ഡ്രോ ചെയ്താൽ മതി. കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഈ പോളാർ ഹെഡിലേക്ക് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ചെയിൻ നിങ്ങളിവിടെ കാണുന്നത് പോലെ അതും മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ പടം കണ്ടെന്ന് വെച്ചിട്ട് പേടിക്കേണ്ട കാര്യമില്ല, ഇതാണ് വേണ്ടുള്ളൂ. ഈ താഴത്തെ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഇൻ്റഗ്രൽ പ്രോട്ടീൻസും സൈറ്റോസ്കെലിറ്റൻസ് ആണ്. ദാറ്റ് ഈസ് മെയിൻറ്റെയിനിങ് ദി സെൽ ഷേപ്പ്. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ യൂണിറ്റ് മെമ്പറൈൻ മോഡലിലും അതുപോലെ തന്നെ ബൈലെയറിലും സാൻഡ്വിച്ച് ആയിട്ട് ഉപയോഗിച്ച പ്രോട്ടീൻസിലെ ഒരു പ്രോട്ടീൻ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. വരക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഈ പോയിന്റുകൾ 1 by 1 ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഈസിലി ഗെറ്റിംഗ് മാർക്സ് ഓൺ ദിസ് പെർട്ടിക്കുലർ മോഡൽ. അപ്പോൾ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഇൻഡിവിജ്വലായിട്ട് 2 വെയിറ്റേജിന് ചോദിച്ചേക്കാം. ഈ പറയുന്ന പോയിന്റ് മാത്രം മതി, വിത്ത് ഫിഗർ ആയിരിക്കണം എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ 3 വെയിറ്റേജിന് ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് മെമ്പറൈൻ, സെൽ മെമ്പറൈൻ എന്നുള്ളതും ചോദിച്ചേക്കാം. ഈ ഒരു ആസ്പെക്റ്റ് കൃത്യമായിട്ട് പഠിക്കുക. നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട്, ആ നോട്ട്സും പഠിക്കുക. ആൻഡ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ.